ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. 1500 കോടി രൂപയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിൽ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമർത്ഥി വില്ലേജ് പ്രോജക്ടിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം. 1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, 150 ഏക്കർ നെൽപ്പാടമാണ് ചട്ടവിരുദ്ധമായി നികത്തുന്നത്. സർക്കാർ പറയുന്ന ന്യായം എന്താണ്? ഹരി, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസ കാലയളവിൽ സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമവും സമാനമായ പരിസ്ഥിതി നിയമങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ അത് മാറ്റം വരുത്തി നൽകുന്ന ഇളവുകൾ എല്ലാം തന്നെ വിവാദമായിരുന്നു. ഇതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പുഞ്ചവയലിന് ഇളവനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണം ചട്ടം 81(3) പ്രകാരമുള്ള ഇളവാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തോട്ടം മേഖലയ്ക്ക് മാത്രം നൽകുന്ന ഇളവാണ് ഇപ്പോൾ പുഞ്ചപ്പാടത്തിനും നൽകിയിരിക്കുന്നത്. എന്തായാലും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അബാദ് എന്ന വലിയ വ്യവസായ ഗ്രൂപ്പിന്റെ സഹസംരംഭമാണ് കോട്ടയത്ത് സ്മാർട്ട് ടൗൺഷിപ്പ് എന്ന പേരിൽ ആരംഭിക്കുന്നത്. 1500 കോടി രൂപയുടെ പദ്ധതിയിൽ 5000 പേർക്ക് തൊഴിൽ നേരിട്ട് ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഉയർത്തിക്കാട്ടിയാണ് ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉതകുന്ന പദ്ധതി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രമവിരുദ്ധമായി ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചുകൊണ്ടുള്ള ഇളവ് നൽകിയിരിക്കുന്നത്. ഹരി, ലെസ്ലി, മെത്രാൻ കായൽ നികത്തലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം സർക്കാരിനെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു. അത് പുനഃപരിശോധിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഏതാണ്ട് സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 1500 കോടിയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിക്കായി 150 ഏക്കർ നിയമവിരുദ്ധമായി നെൽപ്പാടം നികത്താനുള്ള സർക്കാരിന്റെ നീക്കം എങ്ങനെ കാണുന്നു ഈ ഒരു നീക്കത്തെ? ഹരി, ഭൂപരിഷ്കരണ നിയമ ചട്ടം 81(3) അനുസരിച്ചുള്ള ഇളവ് നൽകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അധികാരം തന്നെ ഉപയോഗിക്കണം. അതും തോട്ടം മേഖലയ്ക്ക് മാത്രം നൽകുന്ന ഇളവാണ്. അത്തരത്തിൽ തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവാണ് ഇപ്പോൾ പുഞ്ചപ്പാടത്തിന് നൽകി വലിയ ക്രമവിരുദ്ധ നടപടിയിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. മെത്രാൻകായൽ നികത്താനുള്ള സർക്കാർ ഉത്തരവിന് സമാനമായ മറ്റൊരു ഉത്തരവെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് പ്രസക്തമായ വിഷയമാണ് പുഞ്ച നികത്തുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഏകജാലകം വഴി ഇത്തരത്തിൽ സ്മാർട്ട് പദ്ധതി ടൗൺഷിപ്പ് പൂർത്തിയാക്കുമ്പോൾ, നിർമ്മാണം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തെ നീർത്തട നിയമങ്ങൾ ഒന്നും തന്നെ, നെൽവയൽ സംരക്ഷണ നിയമം ഒന്നും തന്നെ പാലിക്കപ്പെടേണ്ടതില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇളവനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഹരി, പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും സർക്കാരിന്റെ ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടമാണ് ചട്ടവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെസ്ലി ജോൺ. മറ്റു വാർത്തയിലേക്ക്. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ AICC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDF-ഉം അവഗണിക്കുന്നതായി ഷാഹിദ കുറ്റപ്പെടുത്തി. കരുണാകരന്റെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെ പോലും പരിഗണിച്ചിട്ടില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്ന് തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദ കമാൽ മുന്നറിയിപ്പ് നൽകി.
ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. തത്സമയം. നമുക്കറിയാം, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾ അടിമസമാനമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനും കുട്ടികളെ പ്രസവിക്കാനും ഭർത്താവിനെയും കുടുംബത്തെയും തീറ്റിപ്പോറ്റാനും മാത്രമായിരുന്നു അവരുടെ നിയോഗം. പൊതുജീവിതത്തിൻ്റെ തിരുമുറ്റങ്ങളിലേക്കൊന്നും എത്തി നോക്കാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങളും പല തലങ്ങളിൽ നടന്നിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോലുള്ള നാടകങ്ങളൊക്കെ ഉണ്ടായതും ഇത്തരമൊരു ഘട്ടത്തിലാണ്. കൗമാരപ്രായത്തിൽ തന്നെ വൈവിധ്യം ബാധിച്ച് ജീവിതകാലം മുഴുവൻ മറക്കുടയ്ക്കുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വന്ന അവസ്ഥയും ഒരു കാലത്ത് കേരളത്തിലെ നമ്പൂതിരി സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെയും നിരവധി പോരാട്ടങ്ങൾ നടന്നു. സ്വന്തം ജീവിതത്തിൽ തന്നെ വിധവാ വിവാഹം കൊണ്ട് പൊരുതിയ MRV പ്രേംജിയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ വഴികൾ വെട്ടിത്തുറന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ്. സമീപകാലത്തെ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും പ്രയോഗത്തിൽ വന്നതോടെ സ്ത്രീകൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിയമപരമായി തന്നെ പകുതി സംവരണം യാഥാർത്ഥ്യമായി. അതോടെ വലിയ തോതിൽ സ്ത്രീകൾ അധികാര സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയും ചെയ്തു. വനിതകൾക്ക് നിയമ നിർമ്മാണ സഭകളിൽ 1/3 സംവരണം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം ഇനിയും സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുകയാണ്. പടിപടിയായിട്ടാണെങ്കിലും സ്ത്രീകളുടെ അന്തസ്സും പദവിയും ഉയർത്തുന്നതിന് സഹായകരമായ ഇടപെടലുകൾ പൊതുജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നത് ആശാവഹമാണ്. എന്നാൽ ഇന്ന് ലോക വനിതാ ദിനം. സകല രംഗത്തും സ്ത്രീ ഇന്ന് പുരുഷനൊപ്പമോ മുന്നിലോ എത്തിയിട്ടും ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന വിഭാഗം ഇന്നും ചൂഷണത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും മുക്തമല്ല. അതിജീവനത്തിനായുള്ള സ്ത്രീ ശക്തിയെ ഉയർത്തിപ്പിടിച്ചാണ് ഓരോ വനിതാ ദിനവും കടന്നുവരുന്നത്. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിൽ തുണിമില്ലിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഒരു പ്രകടനം നടത്തി. നല്ല തൊഴിൽ സാഹചര്യവും നല്ല കൂലിയുമായിരുന്നു ആവശ്യം. പോലീസ് അവരെ ക്രൂരമായി ആക്രമിച്ചു പിരിച്ചുവിട്ടു. പിന്നീടങ്ങോട്ട് മാർച്ച് 8 ന്യൂയോർക്കിലെ സ്ത്രീ തൊഴിലാളികളുടെ പ്രതിഷേധ ദിനങ്ങളായിരുന്നു. 1909 അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടി മാർച്ച് 8 വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. അടുത്ത കൊല്ലം കോപ്പൻഹേഗനിൽ ചേർന്ന 1-ാം അന്താരാഷ്ട്ര സ്ത്രീ സമ്മേളനമാണ് മാർച്ച് 8 ലോക വനിതാ ദിനമാക്കിയത്. 1911 ന്യൂയോർക്കിലെ തന്നെ ട്രയാങ്കിൾ ഷർട്ട് വേസ്റ്റ് ഫാക്ടറി എന്ന തുണിമില്ലിൽ തീപിടുത്തമുണ്ടായി 140 സ്ത്രീകൾ വെന്തുമരിച്ചു. അതോടെ അവരുടെ സ്മരണാദിനം കൂടിയായി മാർച്ച് 8. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ ലെനിൻ മാർച്ച് 8 അവധി ദിനമായി പ്രഖ്യാപിച്ചു. അടുക്കളയിലെ അടിമത്തത്തിനെതിരെ മാർച്ച് 8 ആചരിക്കാനാണ് സോവിയറ്റ് നാട് ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ ആഹ്വാനം ചെയ്തത്. ഒരു മാർച്ച് 8 കൂടി കടന്നുപോകുമ്പോൾ നമുക്കോർക്കാം,
ലോകമെമ്പാടുമുള്ള പെണ്ണുങ്ങൾക്കോർക്കാൻ അവരുടേതായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആചരിക്കാൻ ഒരു ചുവന്ന തിരുനാളും. അതാണ് മാർച്ച് 8. പൊളിറ്റിക്കൽ ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പോലീസ്. മരണം കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണെന്നും പോലീസ് വ്യക്തമാക്കിയ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, രാസപരിശോധന റിപ്പോർട്ട് പുറത്തുവരാൻ എത്ര കാലതാമസമെടുക്കും? അതുവരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക? കലാഭവൻ മണിയുടെ ശരീരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക പരിശോധനയിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇത് സ്ഥിരീകരിക്കുന്നതിനായി ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ കാക്കനാട്ടെ സർക്കാർ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മണിയുടെ കരൾ പൂർണ്ണമായും തകരാറിലായിരുന്ന അവസ്ഥയായിരുന്നു. മണിയെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരൾ പൂർണ്ണമായും തകരാറിലായതിനെ തുടർന്ന് മദ്യപാനം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഡോക്ടർമാർ കർശന നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ കലാഭവൻ മണി മദ്യപാനം തുടർന്നതായുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. അബോധാവസ്ഥയിൽ മണിയെ കണ്ടെത്തുന്നത് ശനിയാഴ്ചയാണ്. അതിന് തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഒന്നിലധികം പേരിൽ നിന്ന് ഇത്തരത്തിലുള്ള മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണി സ്ഥിരമായി ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം മറികടന്നുകൊണ്ടും ഡോക്ടർമാരുടെ വിലക്ക് മറികടന്നുകൊണ്ടും മദ്യപിച്ചിരുന്നതായി പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരൾ പ്രവർത്തനരഹിതമായാൽ മരണം സംഭവിക്കാമെന്ന വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ കരൾ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച ശേഷവും മദ്യപിച്ചതാകാം മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വീടിനടുത്തുള്ള ഔട്ട് ഹൗസ് പരിശോധിച്ചതിൽ സംശയകരമായ വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം ഏറ്റവും അവസാനമായ മണിയുമായി സൗഹൃദം പങ്കെടുക്കുകയും മണിക്കൊപ്പം മദ്യപിക്കുകയും ചെയ്ത സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നടൻ ജാഫർ ഇടുക്കി ഉൾപ്പെടെ 5 പേരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇവരുടെ മൊഴികളിൽ കാര്യമായ വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതും സംഭവത്തിലെ അസ്വാഭാവികത എന്ന ഒരു സംശയം ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ മണിയും സുഹൃത്തുക്കളും കഴിച്ച മദ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ മദ്യം എവിടെ നിന്ന് ലഭിച്ചു, ആ മദ്യത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം എത്രത്തോളം ആയിരുന്നു, അല്ലെങ്കിൽ അത് മെഥനോൾ അടങ്ങിയിരുന്നു എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കരൾ രോഗം മൂർച്ഛിച്ചതാവും മരണകാരണം എന്ന പോലീസ് നിഗമനത്തിൽ എത്തുന്നതോടൊപ്പം തന്നെ കാക്കനാട്ടെ സർക്കാർ ലാബിൽ പരിശോധനയ്ക്ക് അയച്ച അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭ്യമാക്കുന്നതുവരെ അന്വേഷണം തുടരാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഈ ഫലം ലഭ്യമാകാൻ ഇനിയും കാലതാമസം എടുക്കും എന്നാണ്, ആഴ്ചകൾ കാലതാമസം എടുക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ശരി ദിൽജിത്ത്. മമ്മൂട്ടിയും സലീം കുമാറും കലാഭവൻ മണിക്ക് അക്ഷരങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ ഇരുവരും മണിയോടൊപ്പമുള്ള വികാരനിർഭരമായ അനുഭവങ്ങൾ പങ്കുവച്ചത് ആരുടെയും കണ്ണു നനയിപ്പിക്കും. പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അക്ഷരങ്ങൾ കൊണ്ട് ആദരവ് തീർക്കുകയാണ് മലയാളത്തിന്റെ കലാലോകം. മഹാനടൻ മമ്മൂട്ടിയും പ്രിയ കലാകാരൻ സലീം കുമാറും ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ആരുടെയും ഉള്ളുലയ്ക്കും. സഹപ്രവർത്തകനപ്പുറം സഹോദരനെ നഷ്ടപ്പെട്ട ജ്യേഷ്ഠന്റെ ദുഃഖമാണ് മമ്മൂട്ടിയുടെ വാക്കുകളിൽ കുത്തിനോവിക്കുന്നത്. ലൊക്കേഷനിലേക്ക് മാങ്കോസ്റ്റിൻ പഴങ്ങളുമായി എത്താൻ മണി ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ മമ്മൂട്ടിയും ബുദ്ധിമുട്ടുന്നു. തന്റെ വീട് സ്വന്തം വീടായി കണ്ട, തെറ്റ് ചെയ്താൽ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട അനുജനെ മമ്മൂട്ടി അക്ഷരങ്ങളിലൂടെ ഓർത്തെടുക്കുന്നു. ആദ്യമായി മണി തമിഴ് സിനിമയിൽ അഭിനയിച്ചതും ലൊക്കേഷനിലെ ആഘോഷ കാഴ്ചകളും മമ്മൂട്ടി ഓർക്കുന്നു. മണിയോടുള്ള ആദരസൂചകമായി ഞങ്ങൾ സംപ്രേഷണം ചെയ്ത JB ജംഗ്ഷൻ പ്രത്യേക പതിപ്പ് കണ്ടതിനെക്കുറിച്ച് പറഞ്ഞാണ് സലീം കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസിനോട് മണി പറയുന്നുണ്ട്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി അഭിനയിച്ചത് താനായിരിക്കുമെന്ന്. പക്ഷേ അത് തന്റെ മരണശേഷം മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നും. മലയാള സിനിമയിൽ ഒരു പക്ഷേ ഞാൻ മരിക്കുമ്പോഴായിരിക്കും ഒരു ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരാം. എത്രയോ ഗാനങ്ങൾ അഭിനയിച്ചു, എത്രയോ സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ച ഏക നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാന്ന് പറയാം. എന്താ പറയാം, മണീനെ ഇനിയും ഞങ്ങൾക്ക് വേണം. ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കരുത്, മണിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട്. മണി കലാകാരനെ അംഗീകരിക്കാൻ മരണം അനിവാര്യതയായി മാറുന്ന സന്ദർഭം. മണിയുടെ വാക്കുകൾ അറം പറ്റുകയായിരുന്നോ എന്ന് സലീം കുമാർ ചോദിക്കുന്നു. കലാഭവനിലെ പഴയ കാലവും മണിയുടെ ജീവിതവും
മരിക്കാത്ത ഓർമ്മകളായി സലിംകുമാറിന്റെ അക്ഷരങ്ങളിൽ പുനർജനിക്കുന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എന്ന മണിയുടെ വരികൾ കുറിച്ചുകൊണ്ടാണ് സലിംകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നുവെന്ന് നടനും സുഹൃത്തുമായ ജാഫർ ഇടുക്കി. താൻ കാണുമ്പോൾ മണി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ജാഫർ ഇടുക്കി പീപ്പിളിനോട് പറഞ്ഞു. ഭയങ്കര ചിരിക്കാൻ പറ്റിയ കുറേ കഥകളും ഒക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾക്ക് പൊള്ളിക്കും. അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ഈ പറയാൻ വന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം പുള്ളിയോട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് പോകണം എന്ന്. ഞാൻ ഈ നിർബന്ധം പിടിച്ചതാണ് പുള്ളി അവിടെ വെച്ച് പറഞ്ഞത്. അതായത് രാത്രി പോകാൻ നേരത്ത് എന്താ പോകാത്തെ, അയ്യോ പള്ളിയിലച്ഛനല്ലായിട്ട് അഭിനയിക്കണല്ലേ, 10-11 മണിയായാലേ പൊയ്ക്കേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ധൃതി വെച്ചത് ആദ്യം. ഭായി ഒരു കാര്യം പറയാൻ വന്നാൽ പോകണം, ഇവർക്കെല്ലാം അകലത്തിൽ പോകാനുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പുള്ളി അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഇതെന്നതാ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കം. 2093 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുക. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. നാളെ മുതൽ ഈ മാസം 28 വരെയാണ് ഈ വർഷത്തെ SSLC പരീക്ഷകൾ നടക്കുക. 2,903 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുക. ഇതിൽ റെഗുലർ സ്കീമിൽ 4,74,267 പേരും പ്രൈവറ്റ് സ്കീമിൽ 2,106 പേരുമാണുള്ളത്. ഗൾഫിൽ 583 പേരും ലക്ഷദ്വീപിൽ 813 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. പഴയ സ്കീമിൽ 484 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്, 28,052 പേർ. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കുട്ടനാട്ടിലും, 2,428 പേർ മാത്രം. ഈ മാസം 2, 3, 4 തീയതികളിലായി പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ DEO തലത്തിൽ വേർതിരിച്ചിരുന്നു. 4, 5 തീയതികളിലായി സംസ്ഥാനത്തെ ട്രഷറിയിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകൾ പരീക്ഷാ ദിവസങ്ങളിൽ 8 മണി മുതൽ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയാകും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുക. ഏപ്രിൽ 1 മുതൽ 12 വരെയായി 54 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാട്ടികശാല. താമരശ്ശേരി രൂപത പെരുമാറുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെയാണെന്നും തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഉമർ പാട്ടികശാല മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി ഉമർ മാസ്റ്ററെ അംഗീകരിക്കില്ലെന്ന നിലപാട് താമരശ്ശേരി രൂപതാ നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. കോഴിക്കോടിൽ ഞങ്ങൾ ജയിച്ച സീറ്റാ തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് 2. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല നമ്മളവിടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചും കഴിയും. സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. സഭാ നേതൃത്വം വെള്ളാപ്പള്ളിയെ പോലെ പെരുമാറരുതെന്നും ഉമർ പാണ്ടികശാല ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ജാതി നോക്കി സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടിയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ശരിയായ കീഴ്വഴക്കല്ല. സഭാ മേലധ്യക്ഷന്മാർ അങ്ങനെ പറയുന്നതൊട്ടും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം വെള്ളാപ്പള്ളി പ്രസംഗിച്ചതുപോലെ ആവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും താമരശ്ശേരി രൂപതയും തമ്മിലുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും ആക്രമികൾ തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസ് പിടിയിലായി. RSS കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് വിനീഷും സംഘവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. 3 പേർ സഞ്ചരിച്ചിരുന്നതിനാലായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12 മണിയോടെ ബൈക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം RSS പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു. കൊട്ടാരക്കര CI സജിമോൻ, പുത്തൂർ SI സുധീഷ് അടക്കം 6 പേരെ RSSകാർ ആക്രമിച്ചു.
സംഭവശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും RSS കാര്യാലയത്തിലുമായി അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. കൊട്ടാരക്കര RSS കാര്യവാഹ് ബിനീഷ്, RSS പ്രവർത്തകൻ സമീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കം ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.